പ്രിയപ്പെട്ടവരെ, മലപ്പുറം പോത്തുങ്കൽ നാരങ്ങാപ്പൊയിൽ പ്രതിഷേധവുമായി ആദിവാസികൾ. മണ്ണിടിച്ചിലിൽ ഭീഷണി നേരിടുന്ന 5 ആദിവാസി കുടുംബങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. കനത്ത മഴയിൽ കോളനിയുടെ പിൻഭാഗത്തുള്ള കുന്ന് ഇടിയുമെന്ന ആശങ്കയിലാണ് പ്രതിഷേധം. UDF പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് നമ്മളുടെ ഈ സുഹൃത്തുക്കളുടെ ആവശ്യം? നമുക്കതിനു മുമ്പ് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ 3 വർഷത്തെ മഴക്കാലം നേരിട്ടും ഇവർ പരാതിപ്പെട്ടിട്ടും ഒക്കെ കണ്ട് പരിചയിച്ചതാണ് ഈ അപകട ഭീഷണി. ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പാവങ്ങൾ 3 വർഷമായി, അതിലേറെ വർഷമായി, 3 വർഷമായി ഭരണസമിതി വന്നിട്ട് അതിലേറെ വർഷമായി ഈ മക്കളെയും കൂട്ടി ഈ കുടിലിൽ താമസിക്കുകയാണ്. ഈ മണ്ണ് ഇടിയുന്ന സമയത്ത്, ഈ മണ്ണ് കുറേശ്ശെ ഇടിയുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് ഈ മക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടിപ്പോവുക. എന്തൊരു കാഴ്ചയാണ്, എന്തൊരു ദാരുണമായ സംഭവമാണ്. ഇവിടുത്തെ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 3.5 വർഷത്തോളമായി ഞങ്ങൾ പഞ്ചായത്തിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി. ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ വരും, റിപ്പോർട്ട് എഴുതും, ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് റിപ്പോർട്ട് എഴുതി പോവുക എന്നല്ലാതെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനോ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് പോത്തുകലിലെ നാരങ്ങാപ്പൊയിലാണ് സംഭവം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം രൂക്ഷമാണ് അവിടുത്തെ സാഹചര്യം. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന 5 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഈ മണ്ണിടിഞ്ഞു തുടങ്ങുമ്പോൾ ഈ കുടുംബം വീട്ടിൽ നിന്നിറങ്ങി വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കും. അങ്ങനെ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. 5 ആദിവാസി കുടുംബങ്ങളേ ഉള്ളൂ. അവരെ എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക. വലിയ ഒരു മണ്ണിൻ്റെ കൂന നമുക്കവിടെ കാണാൻ സാധിക്കും. ചില ഭാഗങ്ങളെല്ലാം അടർന്നു വീണിട്ടുണ്ട്. ബലക്ഷയം നേരിടുന്നുണ്ട്. കനത്ത മഴ പെയ്താൽ കുഞ്ഞുങ്ങളടക്കമുണ്ട് ഈ മണ്ണിടിഞ്ഞ് ആ കെട്ടിടത്തിനുള്ളിലേക്ക് വീണ് കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും ദുർബലമാണ്. ഇനിയും മണ്ണ് കുതിർന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് ഈ വീടുകളുടെയൊക്കെ മുകളിലേക്ക് വീഴാം. എന്താണ് പഞ്ചായത്ത് ഇവരുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാത്തത് അഷ്കർ അലി? അരുൺ, കഴിഞ്ഞ 3-4 വർഷമായി ഇത്തരത്തിൽ സമാനമായ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. ഇത് പോത്തുകൽ മുണ്ടേരിക്കടുത്തുള്ള നാരങ്ങാപ്പൊയിൽ താമസിക്കുന്നവരാണ് ഇവരുടെ കുടുംബങ്ങൾ. ഇവരുടെ വീടിൻ്റെ പിറകിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു കുന്നുണ്ട്. കുന്നാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ട് ഇവർ വീടുകളുടെ മുകളിലേക്ക് പതിക്കാവുന്ന രീതിയിൽ തന്നെ ആശങ്ക ഉയർത്തി നിൽക്കുന്നത്. പലപ്പോഴും അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ഇപ്പോൾ നേരത്തെ തന്നെ ഇവർക്ക് പഞ്ചായത്ത് നൽകിയിരുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ വീടുകൾ നിർമ്മിച്ച് നൽകിയപ്പോൾ തന്നെ ഇവർക്ക് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ നിർമ്മിച്ച് നൽകിയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടുകളുടെ പിറകിൽ ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഭാഗത്തൊരു സംരക്ഷണ ഭിത്തി, സുരക്ഷാ ഭിത്തി, കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭിത്തി നിർമ്മിച്ചു കൊടുക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ടും അവർക്ക് പഞ്ചായത്ത് ഭിത്തി നിർമ്മിച്ച് നൽകിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ മഴ ശക്തമാകുന്ന ഘട്ടങ്ങളോടൊക്കെ തന്നെ ഇവരോട് വന്നിട്ട് സമീപത്തെ ബഡ്സ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് തന്നെ മാറി താമസിക്കാൻ ഇത്തരത്തിൽ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും ഓരോ തവണ മഴ കനക്കുമ്പോഴും മറ്റ് സുരക്ഷാ കേന്ദ്രങ്ങൾ തേടി ഓടേണ്ട അവസ്ഥയിലാണ് ഈ വീട്ടുകാർ. ചില സമയങ്ങളിൽ പെട്ടെന്ന് മഴകൾ വരുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഈ കുടുംബങ്ങൾ പോയിരിക്കേണ്ട അവസ്ഥ പോലും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഈ കുടുംബങ്ങൾ പ്രതിഷേധം ആരംഭിച്ചത്. പോത്തുകല്ല് പഞ്ചായത്തിലെ UDFൻ്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം കാണാൻ പഞ്ചായത്ത് തയ്യാറായില്ല എങ്കിൽ ഈ ആദിവാസി കുടുംബങ്ങളടക്കം ഈ പഞ്ചായത്തിൽ പോയി അവിടെ പ്രതിഷേധം തുടങ്ങും. ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി അവിടെ താമസം തുടങ്ങി അവിടെ താമസിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും മലയോര മേഖല, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഒരു ഭാഗം കൂടിയാണ് ഈ മുണ്ടേരി ഭാഗം എന്ന് പറയുന്നത്. ഈ മുണ്ടേരിയിൽപ്പെട്ട പ്രദേശം കൂടിയാണ് ഈ പോത്തുകല്ലിലെ ഈ ആദിവാസി കുടുംബങ്ങൾ ഭീഷണി നേരിടുന്ന ഈ പ്രദേശം. അതുകൊണ്ടാണ് അവിടെ പലയിടങ്ങളിലും ആ മണ്ണിടിച്ചിലുണ്ടായത്. നേരത്തെ കവളപ്പാറ ഉൾപ്പെടെ ഉണ്ടായ പല ദുരന്ത മണ്ണിടിച്ചിലുകളും ഉണ്ടായതും ഇതിന് ചുറ്റുഭാഗത്ത് തന്നെയാണ് എന്നുള്ളതും ഇത്തരത്തിൽ ഇവരുടെ ആശങ്കയ്ക്ക് പ്രധാന കാര്യം കൂടിയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. പക്ഷേ അത്രയും വലിയൊരു മൺകൂനയാണ് അവിടെ കാണുന്നത്. അത് ഇടിഞ്ഞു വീണാൽ ഇവരുടെ വീടിന് മുകളിലേക്ക് വീഴും എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ചില വീടുകൾ കോൺക്രീറ്റ് വീടുകൾ പോലും അല്ല, അല്ലേ അഷ്കർ?
ഇവർക്ക് ITDCയുടെ കീഴിൽ സർക്കാർ തന്നെ നിർമ്മിച്ച ഈ SC/ST വിഭാഗക്കാർക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച് നൽകിയ വീടുകളാണിത്. 3 വർഷം മുമ്പ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ വീട് കൈമാറുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവർക്ക് ഇല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേക പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളോ ആയതുകൊണ്ടാണ് പിന്നീട് അവിടെ നിന്നും മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ താമസം തുടരുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മുമ്പിലുള്ള ഉപാധി. അതിന് ഇവർ കാണുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം സംരക്ഷണ ഭിത്തി ഒരുക്കുകയാണെങ്കിൽ ആശങ്ക ഒഴിയും എന്നുള്ളതാണ്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കൂടി പ്രതികരണം തേടാവുന്നതാണ്. എത്ര സമയത്തിനുള്ളിൽ സമയബന്ധിതമായി അവർക്ക് ഈ കല്ല് കെട്ടി കൊടുക്കാൻ പറ്റും? കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ ഭയം ഉണ്ടാവുന്നുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലാണ് സംഭവം. നാരങ്ങാപ്പൊയിൽ 5 ആദിവാസി കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അവർ പഞ്ചായത്തിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് ചെവി കൊള്ളുന്നില്ല എന്നാണ് ഇപ്പോൾ ആദിവാസി സുഹൃത്തുക്കൾ കൂടി പറയുന്നത്. ഇനിയും സർക്കാർ പഞ്ചായത്ത് കേട്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോയി പ്രതിഷേധിക്കുമെന്നാണ് പോത്തുകലിലെ നാരങ്ങാപ്പൊയിലിലെ ഈ കുടുംബങ്ങൾ നമ്മളോട് പറയുന്നത്. അഷ്കർ അലി കരിമ്പയാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കി കൊടുക്കാം. കുട്ടികൾ അടക്കമുള്ളവരുണ്ട് അവിടെ എന്നുള്ളതാണ്. 5 കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടി കഴിയുന്നത്. ആശങ്കയുടെ നിഴലിലാണ് അവർ. നോക്കുക, ആ ദൃശ്യങ്ങൾ എത്ര വലിയ ഒരു വലിയ മൺഭിത്തിയാണുള്ളത്. അത് ഇടിഞ്ഞു വീണാൽ വലിയ പാറക്കെട്ടുകൾ അടക്കമുണ്ട്. ആ വീടുകൾക്കൊന്നും അത് താങ്ങാനുള്ള ശേഷിയില്ല. കുഞ്ഞുങ്ങളടക്കമുണ്ട്. ഒരു വലിയ ദുരന്തം വരുന്നതിന് മുൻപ് അവരെ സംരക്ഷിച്ച് പിടിച്ച് നിർത്തുകയാണ് വേണ്ടത്. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ട മഴയാണെങ്കിലും വെള്ളം ഈ മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പ്രദേശങ്ങളിൽ പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയ്ക്ക് ഇത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ പ്രതികരണം കൂടി എടുത്ത് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്.